ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഉള്ളിവട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഉള്ളിവട റെസിപ്പിയാണ്. അപ്പോൾ ഒരു 1/2 കിലോ സവാള നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ വളരെ നേർമയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ആ സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ആദ്യം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ സവാള നല്ല മയം കിട്ടും. അതുപോലെ എല്ലാ ഭാഗങ്ങളും വിടർന്നു പോയി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയല്ലേ, അതിലേക്ക് നമുക്കൊരു 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതോ ഒന്നിടുക കീറിയതോ ഒക്കെ ഇടാം. അതിലേക്ക് കുറച്ച് അരിഞ്ഞ കറിവേപ്പിലയും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം സോഡ ചേർത്ത് കൊടുക്കാം, സോഡാപ്പൊടി അത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിനെ തിരുമ്മി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്ന കടലമാവാണ് ചേർക്കുന്നത്. ഒരു 3 സ്പൂൺ കടലമാവ്, നമ്മുടെ ചെറിയ കപ്പിൻ്റെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്, 3 സ്പൂണുണ്ട്. അതുപോലെ 1 സ്പൂണ് അരിമാവ് കൂടെ ചേർത്തു. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മിയെടുക്കാം. അരിമാവ് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അരിമാവ് ചേർക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ നല്ല ക്രിസ്പിനെസ് കിട്ടും, മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക്. അതിനുവേണ്ടിയാണ് നമ്മളത് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മാവ് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഈ പരുവത്തിന് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇത് എണ്ണ നല്ലതുപോലെ തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് കൈകൊണ്ട് ബോൾ പോലെ ഉരുട്ടിയിട്ട് ബോളാകൃതിയിലാവണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ കൈകൊണ്ട് ഒന്ന് പരത്തി വേണമെങ്കിലും ഇട്ട് നമുക്കിതുപോലെ അതിനെ പൊരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ ഉള്ളിവടയ്ക്ക്. ഇപ്പോൾ ഈ റെസിപ്പിയൊക്കെ ഒരുപാട് പേർക്കും അറിയാമെന്നുള്ളതാണ്, എങ്കിലും അറിയാത്തവരുടെ അറിവിലേക്കായിട്ട് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉള്ളിവട ആദ്യത്തെ പ്രാവശ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ പരുവത്തിന് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ഉള്ളി കൂടെ നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഉള്ളിവടയ്ക്ക് വേറെ കോമ്പിനേഷനൊന്നുമില്ല, നമുക്ക് എന്തിനോട് വേണമെങ്കിലും കഴിക്കാമല്ലോ. നമുക്കൊരു വൈകുന്നേരങ്ങളിലാണെങ്കിൽ ചായയോ കട്ടൻ ചായയോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു ചൂട് കട്ടൻ ചായയോടൊപ്പം ഇതുപോലൊരു ഉള്ളിവടയും കൂടെ കഴിച്ച് ഇങ്ങനെ അപ്പുറത്ത് പെയ്യുന്ന മഴയും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാനൊക്കെ എന്തോ സുഖമായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ ഉള്ളിവട റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരാം. സ്നേഹപൂർവ്വം, കല്ലറയുടെ കലവറ.